റിഫ്ലക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 7.2 ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇപ്പോൾ 7.2 എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം വെച്ചാൽ 7.2 എന്ന് പറയുന്നത് 5.1ൻ്റെ കിറ്റിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ ഇങ്ങനെയുള്ളതിൽ പറയാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ട്രാക്ക് അല്ല, 5.1ൻ്റെ റിമോട്ട് കിറ്റിൽ നമ്മൾ 7 ചാനലാക്കി എടുത്തു. അതായത് 2 സറൗണ്ട് എന്നുള്ളത് നമ്മൾ റൂം കുറച്ച് നീളം കൂടിയതുകൊണ്ട് ബാക്ക് സറൗണ്ടും അതുപോലെ തന്നെ സൈഡ് സറൗണ്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. സെയിം എഫക്റ്റ് തന്നെയാണ് 5.1ൻ്റെ കിറ്റാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉപയോഗിച്ചെന്ന് നോക്കാം. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സബിന് വേണ്ടിയിട്ട് IRF 240, 940 അങ്ങനത്തെ 2 ബ്രിഡ്ജ് ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 200+200 വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 7 ചാനലിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പവർട്രിക്കിൻ്റെ ബോർഡാണ്. അതായത് TDA വെച്ചിട്ടുള്ള ബോർഡാണ്. TDA 7294 2 ചാനലും അതുപോലെ തന്നെ TDA 2050 ആയിട്ടുള്ള ബോർഡും നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു. അതിനകത്ത് TDA 7294 ഏകദേശം ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഒരു ഫ്ലോർ സ്റ്റാൻഡിംഗ് ആണ് വെക്കുന്നത്. അതുകൊണ്ട് 75+75 നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. 2050ക്ക് നമുക്ക് 5 ചാനലിന് വേണ്ടിയിട്ട് 35 വാട്ട് വീതം 5 ചാനലിന് ലഭിക്കും. അങ്ങനെ 7 ചാനൽ കൊടുത്തിരിക്കുന്നു. റിമോട്ട് കിറ്റ് എടുത്തിരിക്കുന്നത് ഫ്യൂടെക്കിൻ്റെ തന്നെയാണ്. എക്സ്ട്രാ ഒരു സബിൻ്റെ പ്രീ ബോർഡും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള റിമോട്ട് കിറ്റാണ് നമ്മുടെ ഫ്യൂടെക്ക് എടുത്തിരിക്കുന്നത്. HDMI കാർഡ് അതുപോലെ തന്നെ FD003 എന്ന് പറയുന്ന ഫ്യൂടെക്കിൻ്റെ HDMI കാർഡ് തന്നെയാണ് ഡീകോഡർ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാനലും ബാക്ക് പാനലും നമ്മൾ മൊത്തം അക്രിലിക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഫ്രണ്ട് പാനലിൽ വന്നിരിക്കുന്നത് ഒരു മാസ്റ്ററോളിയ അതുപോലെ തന്നെ എൻകോഡറായിട്ട് ഉപയോഗിക്കുക. അതിനകത്ത് നമുക്ക് ഓരോ ചാനലിൻ്റെ ഓളിയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് ഒരു പവർ ഓൺ സ്വിച്ചും കൊടുത്തിരിക്കുന്നു. അടുത്ത സൈഡിലായിട്ട് സബ് വൂഫറിൻ്റെ ഓളിയായിട്ടും ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് USB കുത്താനുള്ള ഒരു സ്ലോട്ടും കൊടുത്തിരിക്കുന്നു. 2 കളറിലാണ്, അതായത് മാറ്റ് ഫിനിഷിലും ഗ്ലോസി ഫിനിഷിലാണ് ഫ്രണ്ട് പാനലിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പുറകുവശം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഡിജിറ്റൽ ഇൻപുട്ട് വന്നിരിക്കുന്നത് HDMI, ARC, ഒപ്റ്റിക്കൽ, കോയാക്സിലൊക്കെയാണ് ഡിജിറ്റൽ ഇൻപുട്ട്. അനലോഗായിട്ട് 2 ഓക്സിലറി ഇൻപുട്ട് RCAയിൽ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഔട്ടുകൾ മൊത്തം നമ്മൾ എടുത്തിരിക്കുന്നത് ബനാന സോക്കറ്റിലാണ്. അതായത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ അതുപോലെ തന്നെ 4 സറൗണ്ട് 2 സബ്, ഇതെല്ലാനും മൈനസ് എല്ലാനും ബ്ലാക്കിലും പ്ലസ് എല്ലാനും പല കളറിലായിട്ട് നമ്മൾ ബനാന സോക്കറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. 3 പിൻ സോക്കറ്റാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ കേബിൾ കണക്ട് ചെയ്യാവുന്ന രീതിയിൽ ഇൻബിൽറ്റ് ഫ്യൂസോട് കൂടി വരുന്നതാണ്. ബാക്ക് പാനൽ നമ്മൾ ഫുള്ള് അക്രിലിക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോയിൽ നമ്മൾ കോപ്പറേറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആ രീതിയിലുള്ള സോങ്സാണ് നമുക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് മൊത്തം നമ്മൾ പവർ സപ്ലൈ ആണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ട്രാൻസ്ഫോമർ 2-3 ടൈപ്പിൽ ടാപ്പിംഗ് എടുത്തിട്ടുണ്ട്. സബ് വൂഫറിന് വേണ്ടി ഒരു വോൾട്ടേജ് എടുത്തിരിക്കുന്നു. അതായത് 35-0-35. അതുപോലെ തന്നെ 7 ചാനലിന് വേണ്ടി നമ്മൾ TDA ICക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് 24-0-24 ആണ്. പിന്നെ വന്നിരിക്കുന്നത് സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി റിമോട്ട് കിറ്റിനൊക്കെ അങ്ങനെ സെപ്പറേറ്റ് അല്ല എടുത്തിരിക്കുന്നത്. നമ്മുടെ അതിൻ്റെ പവർ സപ്ലൈ ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് റിഫ്ലക്സ് നിങ്ങൾക്ക് എഴുതിയാണ് കാണാം. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫാനിന് വേണ്ടി ഒരു 12 വോൾട്ട് എടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ HDMI കാർഡിന് വേണ്ടി ഒരു 12 വോൾട്ട് എടുത്തിരിക്കുന്നു. 6800 2 കപ്പാസിറ്ററാണ് നമ്മൾ 7 ചാനലിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇത് 2 12000ൻ്റെ 2 കപ്പാസിറ്ററാണ് 2 സബിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പവർ സപ്ലൈ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് സബ് വൂഫറിൻ്റെ ആംപ്ലിഫയറാണ്. നമ്മൾ 2 ബോർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള വലിയ ഹീറ്റ് സിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം 2 ഹീറ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഹെവി ആയിട്ടുള്ളതും കൊടുത്തിരിക്കുന്നത്. ഒരു ഫാൻ നമ്മൾ കൂളിംഗ് ഫാനായിട്ട് ഒരു ഫാൻ എക്സോസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് IRF 240, 940 ആണ് 2 പെയർ ഒരെണ്ണത്തിൽ ബ്രിഡ്ജ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനത്തെ 2 ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 200+200 നമുക്ക് സബ് വൂഫറിന് വേണ്ടി മാത്രം ലഭിക്കും. പിന്നെ കൊടുത്തിരിക്കുന്നത് TDA IC ആണ്. ഈ കാണുന്നതാണ് TDA IC. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് TDA 7294 2 അതുപോലെ തന്നെ TDA 2050 ആണ് 5 കൊടുത്തിരിക്കുന്നത്. അതായത് ഫ്രണ്ടിൽ നമ്മൾ ഫ്ലോർ സ്റ്റാൻഡിങ് ടവർ ബോക്സ് വയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇതൊരു 75 7294 കിട്ടും. 35 വാട്ട് വീതം നമുക്ക് 2050 ലഭിക്കും. അങ്ങനെ 7 ചാനൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്, 2 സബും ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ 7 ചാനലിലുള്ള സ്പീക്കർ പ്രൊട്ടക്ഷൻ സബ് വൂഫറിന് വേണ്ടി അങ്ങനെ 2 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു.
ഇത് ഫ്യൂടെക്കിൻ്റെ റിമോട്ട് കിറ്റാണ്. ഇത് 5.1 ആണ് റിമോട്ട് കിറ്റ്. നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സറൗണ്ട് 2 സറൗണ്ട് എന്നുള്ളത് എക്സ്ട്രാ 2 ആമ്പും കൂടി ആഡ് ചെയ്തിട്ട് 4 സറൗണ്ടാക്കി. കുറച്ച് വലിയ റൂം ആയതുകൊണ്ട് നമ്മൾ 2 സെയിം സറൗണ്ടിൻ്റെ എഫക്റ്റ് തന്നെയാണ് 4 സറൗണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള 12 വോൾട്ടാണ് ഇതിലേക്കുള്ള കൊടുത്തിരിക്കുന്നത് ബക്ക് കൺവെർട്ടർ. അതുകൂടാതെ ഫ്യൂടെക്കിൻ്റെ FD003 ഒരു HDMI ഡീകോഡർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. HDMI ARC ഒപ്റ്റിക്കൽ കോയാക്സിലൊക്കെയാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ 2 സബ് തന്നെയുള്ള ബനാന സോക്കറ്റ്, 4 സറൗണ്ട്, സെൻറ്റർ, ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്. ഈ 4 സറൗണ്ട് എന്ന് പറയുന്നത് സെയിം എഫക്റ്റ് തന്നെയാണ്. ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള സെയിം എഫക്റ്റ് തന്നെയാണ് 5.1ൻ്റെ റിമോട്ട് കിറ്റാണിത്. നമ്മൾ കൊടുത്തിരിക്കുന്നത് കടയിൽ ഉപയോഗിക്കുന്ന 4 ഇഞ്ച് 2 വേയിലാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ 2 4 ഇഞ്ച് ട്യൂട്ടറും, അതുപോലെ തന്നെ ലെഫ്റ്റിലും അതുപോലെ തന്നെ സറൗണ്ടും 4 ഇഞ്ച് ട്യൂട്ടറാണ് കൊടുത്തിരിക്കുന്നത്. സബ് ഊഫർ നമ്മൾ കടയിൽ ഉപയോഗിക്കുന്ന സോണി 12 ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഓഡിയോ കേട്ടിരിക്കും, അതുപോലെ തന്നെ ഇൻറ്റീരിയർ കണ്ടിരിക്കും. പിന്നെ ഈ ആംപ്ലിഫയറിൻ്റെ എല്ലാ ഡീറ്റെയിൽ വില വിവരങ്ങൾ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ബോർഡുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, എന്തൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ, അതുപോലെ തന്നെ എത്ര വാട്ട്സ്, ഇതിൻ്റെ വില വിവരങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൾ വിളിക്കാൻ നോക്കുക. അതുപോലെ തന്നെ IMO കോളോ അല്ലെങ്കിൽ വാട്സപ്പ് കോളോ നോർമൽ കോളോ വിളിക്കുക. ചാറ്റിംഗ് മാക്സിമം ഒഴിവാക്കുക. അതായത് നമുക്ക് കോൾ വിളിക്കുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുള്ളൂ, ഞാൻ പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനേ സാധിക്കുകയുള്ളൂ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോസുകൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.